ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻപ് നമ്മൾ ഒരു ലാപ്ടോപ്പ് പരിചയപ്പെട്ടിരുന്നു. വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു ഹൈ എൻഡ് ലാപ്ടോപ്പ് എന്ന് പറയാം. ഷവോമിയുടെ ലാപ്ടോപ്പ് ഹൊറൈസൺ മോഡലാണ് നമ്മളന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ അത് കുറച്ച് വില കൂടിയൊരു ലാപ്ടോപ്പായിരുന്നു. അന്ന് പല മാതാപിതാക്കളും എന്നോട് ചോദിച്ചത്, തങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ വിദ്യാഭ്യാസമാണല്ലോ, അപ്പോൾ അതിന് സഹായകരമായ രീതിയിൽ അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന 10-20,000 രൂപയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ലാപ്ടോപ്പ് പരിചയപ്പെടുത്താമെന്ന്. ഇന്ന് നമ്മളിവിടെ ഏസറിൻ്റെ ഒരു ലാപ്ടോപ്പാണ് പരിചയപ്പെടുന്നത്. ഈ അടുത്ത് ഇറങ്ങിയ ഒരു മോഡലാണത്. അത്യാവശ്യം നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഇത്തരത്തിലൊരു ലാപ്ടോപ്പ് മതിയാവും. എങ്കിൽ തന്നെ ചില പോരായ്മകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നിട്ട് ഇത് മതിയാവുമെങ്കിൽ ഇത്തരത്തിലൊരു ലാപ്ടോപ്പ് വാങ്ങുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏസറിൻ്റെ 114 നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പാക്കേജിൽ ലാപ്ടോപ്പ് കൂടാതെ ചാർജറും ബാറ്ററിയും യൂസർ മാനുവലുകളും ഡ്രൈവറുകളുടെയും വിൻഡോസ് യൂട്ടിലിറ്റിയുടെയും CDകൾക്കൊപ്പം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സിൽവർ കളറുള്ള ലാപ്ടോപ്പാണ് നമുക്കിവിടെ റിവ്യൂവിനായിട്ട് വന്നിരിക്കുന്നത്. ലാപ്ടോപ്പ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭാരം തോന്നുന്നുണ്ട്. കാരണം ഇത് 1.8 കിലോഗ്രാം ഭാരമുള്ളൊരു ലാപ്ടോപ്പാണ്. പുറകിലായിട്ട് നമുക്ക് ബാറ്ററിയുടെ സ്ലോട്ട് കാണാം. ബാറ്ററി പാക്കേജിനോടൊപ്പം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനോടൊപ്പം ഫിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു ബോഡിയാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റേത് എന്ന് പറയാം. എന്നാൽ ഓവറായിട്ട് പ്രശംസിക്കാൻ മാത്രമുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടല്ല ഇതിൻ്റെ ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് നിലവാരം ബോഡിയുടെ ആ ഒരു ബിൽഡിങ്ങിൽ ഏസർ പുലർത്തുന്നുണ്ട്. വിൻഡോസിൻ്റെ ഹോം എഡിഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഒരു ലാപ്ടോപ്പാണിത്. ലാപ്ടോപ്പിൻ്റെ ഇടതുഭാഗത്തായിട്ട് പവർ അഡാപ്റ്റർ, VGA, LAN പോർട്ട്, HDMI പോർട്ട്, ഒരു USB 3.0 പോർട്ട് എന്നിവ നമുക്ക് കാണാം. ഇനി വലത് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ USB 2.0യും USB 3.0യും ഓരോ പോർട്ട് വീതവും. ഇതുകൂടാതെ മൈക്കിനും ഇയർഫോണിനുമായിട്ട് 3.5mm സെപ്പറേറ്റ് പോർട്ടുകളും നമുക്ക് കാണാം. ലെഫ്റ്റ് ബോട്ടം സൈഡിലായി താഴെയായിട്ടാണ് SD കാർഡ് ഇടാനുള്ള ഭാഗം എന്നതിനാൽ ഒരുപക്ഷെ SD കാർഡ് ഇടാനുള്ള ഈ ഒരു സ്ലോട്ട് നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചെന്നിരിക്കില്ല. 14 ഇഞ്ച് സ്ക്രീൻ സൈസുള്ള ഈ ഒരു ലാപ്ടോപ്പ് 1366x768 പിക്സൽ റെസൊല്യൂഷനുള്ളതാണ്. മാക്സിമം സ്ക്രീൻ റേഷ്യോ ഉള്ള ബേസ്ലെസ് ഡിസ്പ്ലേകൾ കണ്ടു ശീലിച്ച നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കാണുമ്പോൾ ചിലപ്പോൾ ഒരു അരോചകത്വം തോന്നിയേക്കാം. LED ബ്ലാക്ക് TFT ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ നിറങ്ങൾ സമ്മാനിക്കുന്നതിനോടൊപ്പം സൈഡ് ആംഗിളുകളിൽ നിന്നുമുള്ള കാഴ്ചയ്ക്കും നല്ലൊരു സുഖം നൽകാൻ ഈ ഒരു ഡിസ്പ്ലേക്കാകുന്നുണ്ട്. എന്നാൽ ഡേ ലൈറ്റിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാഴ്ച ഭംഗി ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കീബോർഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രീമിയം ലുക്കോ ഫിനിഷിങ്ങോ ഉള്ള ടൈപ്പ് ഒരു കീബോർഡല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റഫ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കീബോർഡാണ് ഇതെന്ന് പറയാം. കീബോർഡിന് ബാക്ക് ലൈറ്റുകൾ ഉൾപ്പെടുത്താനും ഏസർ തുനിഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ച് അവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ട്രാക്ക് പാഡിൽ ലെഫ്റ്റ് ക്ലിക്കിനും റൈറ്റ് ക്ലിക്കിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചുകൾ വയ്ക്കാൻ ഏസർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. 2.30 GHz ക്ലോക്ക് സ്പീഡുള്ള ഇൻ്റലിൻ്റെ 2 കോറിൻ്റെ പെൻറ്റിയം ഗോൾഡ് പ്രൊസസ്സറാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കരുത്ത്. സപ്പോർട്ടായി 4GB DDR4 റാമും 1 TB ഹാർഡ് ഡിസ്കും ഇൻ്റലിൻ്റെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള HD 610 ഗ്രാഫിക്സും ഇതിലുണ്ട്. ആവശ്യമെങ്കിൽ നമുക്കിതിൻ്റെ റാം 32 GB വരെ ഉയർത്താനാകും. അതിനായിട്ട് 2 സ്ലോട്ടുകൾ ഇതിൽ കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. SSD ഇല്ല എന്നതിനാൽ ബൂട്ടിംഗ് സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 64 ബിറ്റിൻ്റെ വിൻഡോസ് ഹോം വെർഷനാണ് കമ്പനി ഇതിൽ OS ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടിരിക്കുക വില കുറഞ്ഞൊരു ലാപ്ടോപ്പ് ആയതിനാൽ HD റെസൊല്യൂഷനുള്ള വെബ്കാമാണ് കമ്പനി ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതൊരു സാധാരണ VGA ക്യാമിൻ്റെ ക്വാളിറ്റിയാണ് തരുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ക്യാമറയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കാലമായതിനാൽ കുറച്ചുകൂടി നല്ലൊരു ക്യാമറ ഉൾക്കൊള്ളിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. സെക്യൂരിറ്റിക്കായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല എന്നതും ശ്രദ്ധിക്കണം. ഫോട്ടോഷോപ്പിൻ്റെ CC വെർഷൻ 2020 നമ്മളിവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15 സെക്കൻഡ് കൊണ്ട് സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നുണ്ട്. പിന്നെ തുടർന്ന് നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും അതിന് വലിയ ഡിലേ ഒന്നും വരുന്നില്ല. അങ്ങനെ അത്യാവശ്യം നമുക്ക് എഡിറ്റിങ്ങിന്, അതായത് ഒരു ഗ്രാഫിക്സ് ചെറുതായിട്ട് എഡിറ്റ് ചെയ്യുന്നവർക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്ന് കരുതി
വീഡിയോ എഡിറ്റിങ്ങിന് ഇതങ്ങ് ഉപയോഗിക്കാമെന്നൊന്നും കരുതണ്ട, അതിനുള്ള പെർഫോമൻസ് ഒന്നും ഇതിനില്ല. ഇനി മറ്റു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ന് ധാരാളം ആളുകൾ വെബ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരക്കാർക്ക് അവരുടെ ബ്രൗസറിൽ 4-5 ടാബുകൾ എടുത്തിട്ട് ഒരേ സമയം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സിസ്റ്റം വളരെയധികം ഹാങ് ആവുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരമൊരു രീതിയിൽ നമ്മളിവിടെ 4-5 ടാബുകൾ ഒരേ സമയം ബ്രൗസറിൽ ഓപ്പൺ ആയിടുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഒരു HD വീഡിയോ ഓപ്പൺ ആക്കിയിടുന്ന സമയത്തും നമുക്ക് യാതൊരു വിധത്തിലുള്ള ലാഗും അല്ലെങ്കിൽ ഹാങ് ആവുന്ന ഒരു അനുഭവവും ഇവിടെ ഉണ്ടായിട്ടില്ല. കമ്പ്യൂട്ടറുകളുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന നോവ ബെഞ്ച്മാർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്കോറായിട്ട് ലഭിച്ചിരിക്കുന്നത് 686 CPU സ്കോർ 380, GPU വെറും 139. അതായത് ചെറിയ ഗെയിമുകൾ കളിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. എന്നാൽ ഗ്രാഫിക്സ് കൂടിയ PUBG പോലെയുള്ളത് ഒരു തരി പോലും സപ്പോർട്ട് ആവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ബാറ്ററിയുടെ സെക്ഷനിലേക്ക് കിടക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ബാറ്ററിയുടെ ഉപയോഗമൊന്നും ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ല. 31 വാട്ട്സ് അവറുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പനി ലോങ് ടൈം നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 3-4 മണിക്കൂർ നമുക്ക് തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കാനാണ് ഈ ഒരു ബാറ്ററി കൊണ്ട് സാധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നും കാര്യമായിട്ടുള്ള ചൂടൊന്നും പുറപ്പെടുവിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാനുകളാണെങ്കിലും കൂടുതൽ സൈലൻ്റ് ആണ് എന്ന് തന്നെ പറയാം. കാരണം കുറേ അധികം വർക്ക് ചെയ്യിച്ചപ്പോഴൊന്നും എനിക്ക് ഇതുവരെയും ഇത് വർക്ക് ചെയ്ത സമയത്തൊന്നും തന്നെ അതിൽ നിന്നും അപശബ്ദങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഈ ഒരു ലാപ്ടോപ്പിൽ Acer ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സൗകര്യമാണ് കൺട്രോൾ സെൻറ്റർ. നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ ഈ ഒരു ലാപ്ടോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണോ അല്ലെങ്കിൽ നമ്മളൊരു വർക്കിനാണോ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ലെവൽ ചെയ്യുന്നതിന് കൺട്രോൾ സെൻറ്റർ എന്ന ഈ ഒരു ഇൻ്റർഫേസ് നമ്മളെ സഹായിക്കും. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 340x255x24 mm ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു തിക്നെസ് ഇത്തിരി കൂടുതലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ഏകദേശം 2 കിലോ അടുത്തുണ്ട്, 1.8 ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും നമുക്ക് പറയാതെ വയ്യ. ഈ ഒരു ലാപ്ടോപ്പ് റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൽ ഏറ്റവും കുറവായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ക്യാമറ തന്നെയാണ്. കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു ലാപ്ടോപ്പാണ് വാങ്ങുന്നതെങ്കിൽ ഒരു HD ക്യാമറ അത് പുറത്തു നിന്ന് മറ്റൊരു കമ്പനിയുടെ കൂടി വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 10,500 രൂപ അല്ലെങ്കിൽ 2,000 രൂപ കൊടുത്ത് തന്നെ നല്ലൊരു ക്യാമറ ഇന്ന് ലഭ്യമാണ്. ബാക്കിയുള്ള സ്പെക്കൊക്കെ അത്യാവശ്യം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് മതിയാവുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് വരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. എനിക്ക് സമയം കിട്ടുന്ന പോലെ മറുപടി തരാം. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.